പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ അച്യുതാനന്ദന്റെ ഓർമ്മയായി അദ്ദേഹത്തോട് പാർട്ടിക്കുള്ള ഒരു സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ ആളായിരുന്നു. അദ്ദേഹത്തോടെ ആ യുഗം അവസാനിച്ചു. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ശ്രീ അച്യുതാനന്ദൻ പാർട്ടിയുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒത്തിരി കാലം കഴിഞ്ഞു. ഈ കാലഘട്ടങ്ങളിലെ പാർട്ടി അദ്ദേഹത്തോടെടുത്ത നിലപാട് എന്തായിരുന്നു, അദ്ദേഹം തിരിച്ച് പാർട്ടിയോടെടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് പരിശോധിക്കാനുള്ള സമയമായി. അദ്ദേഹം മരിച്ചുടനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സെന്റിമെന്റ്സ് ആൾക്കാർക്ക് ഉണ്ടാകുമായിരുന്നു. മരിച്ചുപോയ അച്യുതാനന്ദനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊരു സെന്റിമെന്റ്സ് ആൾക്കാർക്ക് ഉണ്ടാകുമായിരുന്നു. ആ സെന്റിമെന്റ് അസ്തമിക്കേണ്ട സമയമായി. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ആദ്യമായിട്ട് ശ്രീ അച്യുതാനന്ദൻ ശാസിക്കപ്പെടുന്നത്, പാർട്ടി ശാസിക്കുന്നത് 1964-ലാണ്. 1962-ലെ ചൈനീസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈനികർക്ക് രക്തദാനം നൽകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജയിലിൽ കിടന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ചൈന പക്ഷപാതം കാണിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ഒരു മാവോയിസ്റ്റ് പാർട്ടി തന്നെയായിരുന്ന ഈ പാർട്ടി അച്യുതാനന്ദന്റെ ഈ ഒരു പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ജയിലിൽ നിന്ന് കൂലിയായിട്ട് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം ഇന്ത്യയുടെ യുദ്ധ ഫണ്ടിലേക്ക് ദാനമായി നൽകണമെന്നും അദ്ദേഹം സഖാക്കളോട് ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കി. ഇത് ആദ്യത്തെ നടപടിയായിരുന്നു. അത് കഴിഞ്ഞ് 1988-ൽ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ LDF നയത്തിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിയതിൽ പാർട്ടി അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചു. വീണ്ടും 1988-ൽ ശ്രീ E. ബാലാനന്ദനും ശ്രീ M.A. ബേബിയും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പ്രസ്താവന ഇറക്കിയതിൽ പാർട്ടി വീണ്ടും അദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി. ഇത് മൂന്നാമത്തെ ശാസനയായിരുന്നു. 2007-ൽ മുഖ്യമന്ത്രിയായിരിക്കെ പാർട്ടി നയങ്ങൾക്കെതിരായി പരസ്യ പ്രസ്താവന നടത്തിയതിന് അദ്ദേഹത്തെ പാർട്ടി വീണ്ടും ശാസിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനൊപ്പം അദ്ദേഹത്തെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. ഇത് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള 5ാമത്തെ നടപടിയാണ്. 2009-ൽ വീണ്ടും PBയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. 2011-ൽ ലോട്ടറി ടിക്കറ്റ്, അന്യസംസ്ഥാന ലോട്ടറി ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതിന് പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി. 2012-ൽ TP വധക്കേസിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തെ വീണ്ടും പാർട്ടി ശാസിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ 3 മാസം കഴിഞ്ഞ് ന്യൂക്ലിയർ നയത്തിനെതിരെ, പാർട്ടിയുടെ നയത്തിനെതിരെ പ്രസംഗിച്ചതിന് വീണ്ടും അദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി. 2013-ൽ ശ്രീ SNC ലാവലിൻ കേസിൽ അദ്ദേഹം എടുത്ത നിലപാട് പാർട്ടി നയത്തിന് വിരുദ്ധമായതിനാൽ അദ്ദേഹത്തെ 10ാമതായി വീണ്ടും ശാസിക്കുകയുണ്ടായി. 11ാമതായും അവസാനമായും 2017 പാർട്ടി നിലപാടുകൾക്കെതിരെ സംസാരിച്ചതിന് അദ്ദേഹത്തെ സെൻഷർ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ 11 പ്രാവശ്യം അദ്ദേഹം പാർട്ടി നടപടി നേരിട്ടൊരാളാണ്. ഇത്രയ്ക്ക് സാധിച്ചിട്ടും എന്തുകൊണ്ട് അദ്ദേഹം വേറൊരു ഓപ്ഷൻ നോക്കിയില്ല? 11 പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടും അദ്ദേഹം പാർട്ടി മാറുകയോ പാർട്ടിയെ പരസ്യമായി ധിക്കരിച്ച് പുറത്തു പോവുകയോ ചെയ്യുകയുണ്ടായില്ല. ഒന്നാമത്തെ കാര്യം, അച്യുതാനന്ദനെ പോലെ ഒരാളെ ഉൾക്കൊള്ളത്തക്ക ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. 2, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് യോജിക്കാൻ പറ്റിയ ഒരു പാർട്ടിയും കേരളത്തിലില്ല. പുതുതായിട്ടൊരു പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പുതുതായിട്ട് പാർട്ടികൾ കെട്ടിപ്പടുത്ത ശ്രീ M.V. രാഘവന്റെയും ശ്രീമതി ഗൗരി അമ്മയുടെ ഒക്കെ വിധി നമ്മൾ കണ്ടതാണ്. അതൊരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് യാതൊരു ഓപ്ഷനും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടിയിൽ അവസാനം വരെ തുടർന്നത്. പിന്നെ എല്ലാ പാർട്ടി സഖാക്കൾക്കുമുള്ള ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് പാർട്ടി ചെങ്കൊടി പൊതിപ്പിച്ച് യാത്രയാക്കുക എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹത്തിനും കൂടെ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനോ അദ്ദേഹം ശ്രമിക്കാതിരുന്നത്. അച്യുതാനന്ദൻ ചരിത്രത്തിൽ എങ്ങനെ ഓർമ്മിക്കപ്പെടും എന്ന് നമുക്ക് നോക്കി നോക്കാം. ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലും കാലഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും അദ്ദേഹത്തിന്റെ പാർട്ടി സഖാക്കൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എന്നും വിളിക്കുന്നത് കണ്ണേ കരളെ VS എന്നാണ്. അല്ലെങ്കിൽ വിപ്ലവ നായകൻ, അല്ലെങ്കിൽ വിപ്ലവ സൂര്യൻ, ഇങ്ങനെയൊക്കെയുള്ള പട്ടങ്ങളാണ് അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത്. അദ്ദേഹത്തെ ഒരിക്കലും കേരളത്തിന്റെ വികസനത്തിന്റെ നേതാവായോ, അല്ലെങ്കിൽ ഒരു പുനരുദ്ധാനത്തിന്റെ നേതാവായോ, അല്ലെങ്കിൽ ഒരു നവോത്ഥാനത്തിന്റെ നേതാവായോ, അല്ലെങ്കിൽ ഒരു വികസനത്തിന്റെ മാതൃകാ പുരുഷനായോ ചരിത്രം ഒരിക്കലും അടയാളപ്പെടുത്തില്ല എന്നുള്ളത് സങ്കടകരമാണ്. നന്ദി, നമസ്കാരം.